എനിക്കുണ്ടല്ലോ നല്ലൊരു അടിപൊളി പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഓണൊക്കെ അല്ലേ വരുന്നത്. എനിക്ക് ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിൾ കൊണ്ട് പച്ചടി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അത് വേവുന്ന സമയം കൊണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകും പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് തരിതരിയായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. തേങ്ങയുടെ പച്ചച്ചൊവ മാറുന്നത് വരെ തിളപ്പിക്കണം. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 കപ്പ് കട്ട തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓണൊക്കെ ആയതുകൊണ്ട് അതിഥി ഒരു ഓണക്കിറ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓണത്തിന് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിഥി റോസ്റ്റഡ് റവ, അതിഥി ചക്കി ആട്ട, അതിഥിയുടെ മൈദ, അതിഥിയുടെ വനസ്പതി, പിന്നെ അതിഥിയുടെ കോക്കനട്ട് ഓയിൽ, പിന്നെ അതിഥിയുടെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലും ഉണ്ട്. അതിഥിയുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പച്ചടി താളിക്കുന്നത്. ഇതിൽ താളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുകും കുറച്ച് വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അത് പച്ചടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൈനാപ്പിൾ പച്ചടി തന്നെയാണല്ലേ പച്ചടിയിലേക്ക് എങ്കേമൻ. ഈ ഓണത്തിന് അതിഥി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മാനമഴ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ ഈ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി.